ഹലോ ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈഗ്രെയിൻ അല്ലെങ്കിൽ അർത്ഥാവപേതം ആയുർവേദത്തെ കോറിലേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൈഗ്രെയിൻ നമുക്ക് സാധാരണ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അമിതമായ സ്ട്രെസ്സ്, അതായത് അമിതമായ ഉത്കണ്ഠ, ദേഷ്യം, അതുപോലെ തന്നെ അമിതമായ വിഷാദം, ഇതെല്ലാം നമുക്ക് ഇതിന് കാരണമാകുന്നു. മൈഗ്രെയിന് കാരണമാകുന്നതിന് കൊണ്ട് നമ്മൾ യോഗയും അതുപോലെ തന്നെ പ്രാണായാമമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും. പശ്ചിമോത്താസനം പോലത്തുള്ള യോഗാസനങ്ങളും അതുപോലെ തന്നെ പ്രാണായാമങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദിനചര്യയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് കുറയാനും അതുപോലെ തന്നെ മൈഗ്രെയിൻ്റെ സിംറ്റംസിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. ഭക്ഷണ രീതിയിൽ അധികമായിട്ടുള്ള ഇൻഡൈജഷൻ വരുന്ന, അതായത് അജീർണം ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക. അതായത് ചോക്ലേറ്റ്, ആൽക്കഹോൾ, അതുപോലെ തന്നെ കഫീൻ, അതായത് ചായ, കോഫി, ഇതെല്ലാം ഒഴിവാക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മാത്രമല്ല 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനും അതുപോലെ തലവേദനയ്ക്ക് ഉള്ള മറ്റു കാരണങ്ങൾ ഒഴിവാക്കാനും വേണ്ടി നമ്മൾ ഇതുപോലെ വെള്ളം ധാരാളം കുടിക്കുന്നത് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ്. മാത്രമല്ല നമ്മൾ ഡെയിലി ആയിട്ടുള്ള ഡേ സ്ലീപ്പ് ഒഴിവാക്കുന്നത് വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് രാവിലെ ഉറങ്ങുന്നത് മൂലം നമുക്ക് രാത്രി ഉറക്കം കിട്ടാതെ വരികയും അതുപോലെ തന്നെ ഈ തലവേദന കൂട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി ഉറക്കം നിൽക്കാതിരിക്കാൻ വേണ്ടി രാവിലെ ഉറങ്ങാതിരിക്കുക, അതുപോലെ രാത്രി ഉറക്കം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഇതിൻ്റെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയ്ക്ക് സഹായകരമായിരിക്കും. മാത്രമല്ല ആയുർവേദത്തിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യം തന്നെ അഭ്യംഗമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതായത് മസാജ് ചെയ്യുക, ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്യുക. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചന്ദനാദി തൈലം, ബ്രഹ്മി തൈലം പോലുള്ള തൈലങ്ങൾ യൂസ് ചെയ്ത് ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ തലവേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരിതാണ് പ്രൊസീജിയറാണ് നമ്മൾ പറയുന്ന ഈ ശിരോലേപം എന്ന് പറയുന്ന പ്രൊസീജിയർ. അതുപോലെ ശിരോബസ്തി, ശിരോധാര, ഇതെല്ലാം ഇതിന് സഹായിക്കുന്ന മറ്റ് പ്രൊസീജിയേഴ്സാണ്. ശിരോധാര എന്ന് പറയുന്നത് നമ്മൾ ധാര കണക്ക് ഒഴിക്കുന്നതാണ്. അത് നമുക്ക് പാൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ മോര്, അതുപോലെ തന്നെ തൈലങ്ങൾ ഉപയോഗിച്ച് ധാര ചെയ്യുന്നത് ആണ് ശിരോധാര. അതുപോലെ ശിരോവസ്തി എന്ന് പറയുന്നത് തളം കെട്ടി നിർത്തുന്നതാണ്. തൈലങ്ങൾ, അതായത് മഹാനാരായണ തൈലം, ചന്ദനാദി തൈലം പോലുള്ള തൈലങ്ങളും തളം കെട്ടി ഒരു 48 മിനിറ്റെങ്കിലും തളം കെട്ടി നിർത്തുന്നതാണ് അടുത്ത ചികിത്സ. ഇതുപോലെ നസ്യവും വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സയാണ്. നസ്യത്തിൽ നമ്മൾ അണുതൈലം ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റ് വാതഹരമായിട്ടുള്ള ക്ഷീരബല പോലത്തുള്ള തൈലങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് നസ്യം ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ ഫേഷ്യൽ മസാജ് വരുന്നുണ്ട് നസ്യത്തിൽ. അതുപോലെ തന്നെ ഒരു നമുക്ക് സ്വേദനം കണക്ക് ഒരു പ്രൊസീജിയറും വരുന്നുണ്ട്. അതായത് നാഡീ സ്വേദനം എന്ന് പറയും. അതിൽ നമ്മൾ പ്രധാനമായിട്ടും എണ്ണകൾ യൂസ് ചെയ്ത് ഫേഷ്യൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു ആവി കണക്ക് കൊടുക്കും. ഫേസിൽ മുഴുവൻ ഒരു ആവി കണക്ക് കൊടുത്തതിന് ശേഷം ഈ തൈലം മൂക്കിലിറ്റിക്കുന്നതാണ് നസ്യം എന്ന് പറയുന്ന പ്രൊസീജിയർ. ഇത് ബ്രെയിനിലോട്ടുള്ള സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ 7 മുതൽ 14 ദിവസം വരെ ഇത് ചെയ്യുന്നത് മൂലം നമുക്ക് ഈ തലവേദനയിൽ നിന്ന് നല്ല ആശ്വാസം ലഭിക്കാൻ സഹായിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു പ്രൊസീജിയറാണ് നമ്മുടെ കബളം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. അതും വളരെ ഫലപ്രദമാണ്. അതായത് വായിൽ നമ്മൾ തൈലങ്ങൾ കൊണ്ട് നിർത്തുക. അതായത് ചെറു ചൂടോടുകൂടി തൈലങ്ങൾ വായിൽ കൊണ്ട് നിർത്തുകയാണെങ്കിൽ അത് നമ്മൾ പിന്നെ ചൂടുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്ത് കളയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സർക്കുലേഷൻ, അങ്ങോട്ടുള്ള ഓറൽ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നത് വഴി നമുക്ക് തലവേദനയിൽ നിന്ന് വളരെ ആശ്വാസം ലഭിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഡയറ്റിലും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ യോഗ, പ്രാണായാമം, അതുപോലെ തന്നെ റെഗുലർ എക്സസൈസ്, ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ഫുഡ്,
ഹെൽത്തി സ്ലീപ്പ് ഹാബിറ്റ്സ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ സഹായിക്കും.